ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു പഴമൊഴിയുണ്ട്, പാണ്ടിമണിയൻ ഇരുന്നാലും വിന ചത്താലും വിനയുന്നു. അതുപോലെയാണ് ഇപ്പോൾ അടിമകൾക്ക്. ശ്രേഷ്ഠഭാവ ആശുപത്രി കിടന്നപ്പോൾ പിരിവ്, കാലം ചെയ്തപ്പോൾ വീണ്ടും പിരിവ്. ഇപ്പോൾ എല്ലാ വീട്ടിൽ നിന്നും 200 രൂപ നിർബന്ധ പിരിവ് നടത്തുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതൊന്ന് തിരുത്തുക. ശ്രേഷ്ഠൻ ജീവിച്ചിരുന്നാലും സന്തോഷം, മരിച്ചപ്പോൾ അതിനും വലിയ സന്തോഷം. പിന്നെ 40ാം ചരമദിനം ആഘോഷമായി നടത്താനുള്ള ഒരുക്കത്തിലാണ്. അന്നത്തെ ചെലവ് മുഴുവൻ കിറ്റക്സ് നടത്തുമെന്നാണ് വികട അടിമകൾ പ്രഖ്യാപിച്ചിരുന്നത്. ഈ പിരിവ് നടത്തുമ്പോൾ ഒരു സംശയം, കിറ്റക്സ് അല്ലേ സ്പോൺസർ? അതോ അവർ പങ്കെടുക്കുന്നവർക്ക് ജെട്ടി മാത്രമേ നൽകത്തുള്ളൂ? അതോ പരിപാടി കൊഴിപ്പിക്കാൻ ബംഗാളികളെ ഇറക്കി തരുമോ? സംശയം കൊണ്ട് ചോദിച്ചതാണ്. ഓരോരുത്തരും 200 രൂപ വെച്ച് കൊടുക്കുമ്പോൾ അത് തന്നെ കോടികൾ ഉണ്ടാകും. പിരിവല്ലേ, അതിന്റെ മറവിൽ കോടികൾ വെളുപ്പിക്കാം. നല്ല ബുദ്ധി. ആരാ പറഞ്ഞ അടിമകൾക്ക് ബുദ്ധിയില്ലെന്ന്? കളഞ്ഞ ബുദ്ധിയാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? അതുപോലെ 40 ദിവസം ദുഃഖാചരണമാണ്. ലോകമെമ്പാടുമുള്ള അടിമകൾക്ക് ദുഃഖമാണ് 40 ദിവസം. അങ്ങനെ അടിമകളെ കണ്ട് ദുഃഖിച്ചിരിക്കുമ്പോഴാണ് ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ കണ്ടത്. ദുഃഖത്തിന്റെ ആഘോഷം, അടിപൊളി ആഘോഷം. അടിമകളുടെ ദുബായ് പള്ളിയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന മ്യൂസിക് ഈവന്റ് അടിപൊളിയായിരുന്നു. ദോഷം പറയരുതല്ലോ. ആട്ടവും പാട്ടും ഡിസ്കോയും ക്യാബ്രയും എല്ലാം ചേർന്ന ദുഃഖത്തിന്റെ ആഘോഷം. പിന്നെന്ത് വേണം? കണ്ടല്ലോ, പിന്നെന്ത് വേണം? ഇതാണ് അടിമ മുഖങ്ങൾ. ഇനി 40ന് ബ്രേക്ക് ഡാൻസും ഫാഷൻ ഷോയും ഒക്കെ ആയിരിക്കുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെയും വെളുപ്പിക്കാമല്ലോ.